ഹായ് ഓൾ, നമുക്ക് സാരി കൊണ്ട് ഈ ബ്യൂട്ടിഫുൾ പാനൽ കട്ട് അനാർക്കലി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ നോർമൽ പേപ്പറിൽ ഒരു ഡെമോ കാണാം, പിന്നെ നമുക്ക് സാരി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇപ്പം പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പേപ്പർ നമ്മൾ സാരിയായിട്ട് സങ്കല്പിക്കുക, അങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഒരു 4 പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഇതുപോലെ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ നോർമൽ സാരിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ സാരി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്യുന്നു, പിന്നെ വീണ്ടും ഫോൾഡ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ച പോലെ കിട്ടും. അപ്പം ഈ ഒരു ഇതിന് നമുക്കിനി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം കട്ട് ചെയ്യുന്നത് നമുക്ക് ഡെമോ ആയിട്ട് കാണാം. അപ്പം കട്ട് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ഇഞ്ച് രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്യാനുണ്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക, അത് ജോയിൻ ചെയ്യുക. ഇപ്പോഴത്തെ സൈഡ് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, വേസ്റ്റിൻ്റെ അവിടെ ഒരു ഇത് വീണ്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക. പിന്നെ ഈ 2 ലൈനുകളും ഈ 2 വേസ്റ്റിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് 2 മാർക്കില്ലേ, അത് രണ്ടും കൂട്ടി ജോയിൻ ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സാരിയിൽ സെയിം കാര്യം ചെയ്യുകയാണ്. അപ്പം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാനലായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് ഡെമോയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണ്. നമുക്കിങ്ങനെ ഒരുപാട് പീസസ് കിട്ടും. അപ്പോൾ ഈ പീസസ് നമ്മൾ നമ്മുടെ ഫ്രണ്ട് സൈഡിനും ബാക്ക് സൈഡിനും നമ്മൾ റെഡിയാക്കുക. എന്നിട്ട് നമുക്കിതൊക്കെ ജോയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സാരിയിലിത് ജോയിൻ ചെയ്തെടുക്കാം. സാരി പീസസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ലൈനിങ് പീസ് ഉണ്ട്, നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ലൈനിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിങ് പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് സാരിയിൽ നമ്മൾ ഈ പീസസ് ജോയിൻ ചെയ്ത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ലൈനിങ് പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ലൈനിങ് പീസ് നമ്മൾ മാർക്ക് ചെയ്യുക, എവിടെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ജോയിൻ ചെയ്ത് നമുക്ക് അലൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഇത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചിടുമ്പോൾ നമുക്ക് നമ്മൾ സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ലൈനിങ് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ സെയിം കാര്യം നമ്മൾ ഡെമോയിൽ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈനിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ലൈൻ നമുക്ക് ജോയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിങ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്ലീവ്സ് നമ്മൾ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ നമ്മുടെ സാരിയിലും സെയിം സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക, ജോയിൻ ചെയ്യുമ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് തൊട്ട് എൻഡ് വരെ ജോയിൻ ചെയ്യുക, വീണ്ടും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ 2 പീസ് നമ്മുടെ ഫ്രണ്ടും ബാക്കെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആവാണ്. അപ്പം നമ്മുടെ പാനൽ കട്ട് അനാർക്കലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.